ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇമ്മാനുവേൽ മിഷൻ ടിവിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ രാവിലെ സമയം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എൻ്റെ വിഷയം എന്നുള്ളത് ആശ്രയം എന്നുള്ളതാണ്. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എല്ലാ മനുഷ്യരും ആരെയെങ്കിലും ആശ്രയിക്കുന്നവരാണ്. ഏതെങ്കിലും കാര്യത്തിൽ ആശ്രയമില്ലാതെ ആരും ഈ ലോകത്തിൽ ജീവിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ദൈവം അരുളി ചെയ്യുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എന്ത് ലഭിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. നാം മുകളിൽ വായിച്ചു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് പൂർണ്ണ സമാധാനമുണ്ടാവുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിൽ ആർക്കും സമാധാനമില്ല. ആരെങ്കിലും സമാധാനം അനുഭവിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് ദൈവവൈതലായി മാറിയവർക്ക് മാത്രമേ ഇന്ന് ലോകത്തിൽ സമാധാനമുള്ളൂ എന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത ഒരു കുഞ്ഞുങ്ങൾക്കും ഇന്ന് ലോകത്തിൽ സമാധാനമില്ല. സമാധാനത്തിനായിട്ട് അനേക മാർഗങ്ങൾ മനുഷ്യർ തിരയുകയാണ്. മദ്യവും മയക്കുമരുന്നും കഞ്ചാവും മറ്റു രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ അത് ആസ്വദിച്ചുകൊണ്ട് സമാധാനം പ്രാപിക്കാമെന്ന് വിചാരിക്കുന്ന അനേക വ്യക്തികൾ അതൊക്കെയും അനുഭവിച്ചിട്ടും സമാധാനമില്ലാതെ ലോകത്തിൽ ഇന്ന് ഭാരപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് അനേക കൊലപാതകങ്ങൾ നടക്കുന്നു, അനേക കുടുംബങ്ങൾ തകരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന നാളുകളിൽ നാം അധികമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് ഒന്നാമത് ലഭിക്കുന്നത് സമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ സമാധാനം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 26-ാം അധ്യായത്തില് 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് കൊടുക്കാൻ കഴിയാത്ത സമാധാനം, ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം, എന്നേക്കുമുള്ള സമാധാനം, അത് കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യവർക്കും അതേ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോയിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാനം ആഗ്രഹിക്കുന്ന, ഈ സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, യേശു കർത്താവ് സമാധാനം നമുക്ക് തന്നേച്ചു പോയിരിക്കുകയാണ്. അതിന് കർത്താവ് കൊടുത്ത വില എന്താന്ന് വെച്ചാൽ, തന്റെ ചങ്കിലെ ചോര കൊണ്ട് കർത്താവ് മനുഷ്യവർഗത്തിന് ഈ സമാധാനം അരുളി. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേൽ ആയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ. നാം ഇന്ന് സമാധാനം ഏതെങ്കിലും ദൈവകുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ ശരീരത്തിൽ ഏറ്റു എന്ന് നാം അറിയേണ്ടതാണ്. അതുകൊണ്ട് യേശു കർത്താവ് അങ്ങനെയാണ് ഈ സമാധാനം ലോകത്തിന് വാഗ്ദാനം ചെയ്തത്. ഈ സമാധാനം നമുക്ക് തരുവാൻ വേണ്ടി അവന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് താൻ സമാധാനത്തിനുള്ള ശിക്ഷ കർത്താവ് ഏറ്റു. അതുകൊണ്ട് നാം വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ അവർക്ക് ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം അതേ അവർക്ക് സമാധാനം കൊടുക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സമാധാനത്തിൽ കാക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. മാത്രമല്ല, നാം ഇവിടെ വായിക്കുമ്പോൾ യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ഒരു ദിവസമല്ല, എന്നേക്കും അവനിൽ ആശ്രയിപ്പീൻ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഈ സമാധാനത്തിൽ ദൈവം നമ്മെ കാക്കുവാൻ,
ഇടയായി തീരും എന്ന് സന്തോഷത്തോടെ ഈ രാവിലെ സമയം എനിക്ക് പറയുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, യേശു കർത്താവിനെ അറിയാതെ ജീവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ കർത്താവിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ, എന്റെ കർത്താവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ചു കർത്താവിന്റെ പൈതലായി തീർന്നപ്പോൾ ഈ വലിയ സമാധാനം എന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. ലോകം തരാത്ത, ലോകത്തിന് തരാൻ കഴിയാത്ത, ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത ആ വലിയ സമാധാനത്തിന്റെ ഉടമയായി ഞാൻ തീർന്നത് കൊണ്ടാണ് ഇത്ര സന്തോഷത്തോടെ, ഇത്ര പ്രത്യാശയോടെ എന്റെ കർത്താവിനെ എവിടെയെങ്കിലും സാക്ഷിക്കാൻ അവസരം ലഭിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ പറയുവാനായിട്ട് ഇടയായി തീർന്ന എന്റെ പിന്നിലുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ജീവിച്ച എന്റെ ജീവിതത്തിൽ ഈ സമാധാനം പ്രാപിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കി തീർത്തു എന്നുള്ളത് ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതിവരില്ല എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാകിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്തേക്കും ആശ്രയിപ്പീൻ. നാം വീണ്ടും കാണുന്നത്, വീണ്ടും നാം അറിയാൻ സങ്കീർത്തനം 118:8 വായിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും നമ്മള് രൂത്തിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ, ഇസ്രായേലിന് ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന ഉത്തരം പറഞ്ഞു. ഇതാര് പറഞ്ഞു നമുക്കറിയാം. ബോവസ് പറയുകയാണ് രൂത്തിനോട്, അല്ലയോ മകളെ, നീ യഹോവയുടെ നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ, ഇസ്രായേലിന് ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ രൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവളൊരു മോവാബ്യ സ്ത്രീ ആയിരുന്നു, അവളൊരു വിധവയായിരുന്നു. മാത്രമല്ല, ഒരു ഭവനത്തിൽ 3 വിധവമാരുള്ളതിൽ ഒരു വിധവയായിരുന്നു ആ രൂത്ത്. എന്നാൽ രൂത്ത് എങ്ങനെയാണ് ഈ ദൈവത്തെ അറിഞ്ഞത്, രൂത്ത് എങ്ങനെയാണ് ദൈവത്തെ അറിയുവാൻ ഇടയായത് എന്ന് ഇവിടെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ പ്രിയപ്പെട്ട അമ്മായിയമ്മയിൽ കൂടെ അവൾക്ക് കർത്താവിനെ അറിയുവാൻ ഇടയായി തീർന്നു. വിധവയായി തീർന്ന ആ അമ്മായിയമ്മയിൽ കൂടെ അവൾക്ക് ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നപ്പോൾ അവൾ ആ ദൈവത്തോട് ചേർന്ന് നിന്നു. ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ അവൾ അഭയം പ്രാപിച്ചു. അവൾ ആ അനുഭവത്തോടെ മുന്നോട്ട് പോയപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ പറയുകയാണ്, അവളെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്, ഇതാ നീ യഹോവയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇതാ നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തന്ന് നിന്നെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് നാം ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ പൂർണ്ണ പ്രതിഫലം തന്ന് ദൈവം നമ്മെ ഈ ഭൂമിയിൽ മാനിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത് നാം ചിന്തിച്ചത്, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് പൂർണ്ണ സമാധാനം കൊടുക്കുന്ന ഒരു ദൈവം, നല്ലവനായ കർത്താവ് പൂർണ്ണ സമാധാനത്തിൽ അവനെ കാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നുവെന്ന് നാം വായിച്ചു. വീണ്ടും നാം വായിച്ചത്, യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വരുന്ന ഏവർക്കും അവൻ പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ നമ്മൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. അവൻ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ തന്റെ ജനത്തെ ചേർക്കുവാനായി അവൻ ഇതാ വേഗം വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇതോ ഞാൻ വേഗം വരുന്നു, ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്കുന്നതൊക്കെ വണ്ണം പ്രതിഫലം കൊടുക്കുവാൻ അവന്റെ പക്കലുണ്ട്. അതുകൊണ്ട് പ്രതിഫലവുമായി നമ്മുടെ കർത്താവ് വരാറായി. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏത് വ്യക്തിയായിരുന്നാലും, അവർ ഏത് വ്യക്തിയായിരുന്നാലും, വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ, പാവപ്പെട്ടവരോ ധനവാനോ ദരിദ്രനോ ആര് തന്നെ ആയിരുന്നാലും, അവരുടെ ജീവിതത്തിൽ ഇതാ അവർക്ക് ഈ വലിയ പ്രതിഫലം ദൈവം കൊടുക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ആരെയും മുഖം നോക്കിയിട്ടോ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടോ അല്ല ദൈവം പ്രതിഫലം കൊടുക്കുന്നത്. ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ ആശ്രയം വെച്ച് വന്നിരിക്കുന്ന ഏത് വ്യക്തിക്കും ഈ പ്രതിഫലം കൊടുക്കുവാൻ എന്റെ ദൈവം മതിയായവനാണ്.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ആ മഹാപ്രതിഫലമുള്ള നമ്മുടെ വിശ്വാസം തള്ളിക്കളയാതിരിക്കുവാൻ എബ്രായ ലേഖനം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് രൂത്തിനോട് ബോവസ് പറയുകയാണ്, നീ നിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം നിന്റെ അമ്മായിയമ്മയ്ക്കും ഒക്കെ ചെയ്തതായിട്ടുള്ള കാര്യങ്ങള് നാം അങ്ങനെയാ വായിക്കുന്നത്. ഇവിടെ 11-ാമത്തെ വാക്യം, ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചെറിയൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരട്ടെ എന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പൂർണ്ണ പ്രതിഫലം പ്രാപിപ്പാൻ ദൈവം തരുവാനവൻ മതിയായവനാണ്. അത് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കാം. ഞാൻ അനേക കാര്യങ്ങൾ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുവാനായിട്ട് എനിക്കുണ്ട്. എന്നാൽ വീണ്ടും ഞാൻ ഈ 2 കാര്യം പറഞ്ഞിട്ട്, യഹോവയിൽ ആശ്രയിക്കാതെ പോയാൽ അവർക്കുണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന് സങ്കീർത്തനം 20-ന്റെ 7-ാമത്തെ നാം ഇങ്ങനെയാ വായിക്കുന്നത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു എന്ന് കാണുവാൻ ഒന്നാം ചിന്തിച്ചത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കുമ്പോൾ, അവർക്ക് പൂർണ്ണ പ്രതിഫലം കൊടുത്ത് കാക്കുമ്പോൾ, ഇത് രഥത്തിലും കുതിരകളിലും ആശ്രയിക്കുന്ന ജനത്തിന് കൊടുക്കുന്ന വലിയ ശിക്ഷയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. നാം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്, അവർ കുനിഞ്ഞ് വീണുപോയി. അതെ, നാം ഇവിടെ വായിക്കുന്ന അങ്ങനെയാണ്. രഥത്തിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ കുനിഞ്ഞ് വീണു പോകുമ്പോൾ, അവർ നശിച്ചു പോകുമ്പോൾ, അവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, രഥത്തിലും കുതിരകളിലും ആശ്രയിക്കുവാൻ ഇന്ന് അനേകരുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത്, അവർ കുനിഞ്ഞ് വീണു പോകുന്നു. അവരൊരു പക്ഷേ ആദ്യം നിവർന്നു നിന്നേക്കാം, അവരുടെ ജീവിതത്തിൽ ആത്യാഭിവൃദ്ധി വന്നേക്കാം, ആത്യാനുഗ്രഹം ഉണ്ടായേക്കാം. എന്നാൽ അവരുടെ പിന്നീട് ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അവർ കുനിഞ്ഞ് വീണു പോകുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അവർ കുനിഞ്ഞ് വീണു പോകുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ നിവർന്നു നിൽക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന അനുഭവമാണ് അവർ കുനിഞ്ഞ് വീണു പോകുന്നു എന്ന് നാം വായിക്കുന്നു. എന്നാൽ വീണ്ടും നാം ഇവിടെ വായിക്കുമ്പോൾ സങ്കീർത്തനം 52-ന്റെ 7 ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാമത്തെ കൂട്ടര് രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്ന ഒന്നാമത്തെ കൂട്ടരെ കണ്ടു. അവർ കുനിഞ്ഞ് വീണു പോകുമ്പോൾ ഇവിടെ ധനത്തിലും പ്രതാപത്തിലും ആശ്രയിക്കുന്നവരെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അതിന്റെ 52-ന്റെ 5-ാമത്തെ വാക്യം, ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും, നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ച് കളയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം ഇവിടെ ചിന്തിച്ച കാര്യം, ഇവിടെ രഥത്തിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ കുനിഞ്ഞ് വീണു പോകുന്നു. മാത്രമല്ല, ഇവിടെ ദ്രവ്യത്തിൽ ആശ്രയിക്കുന്നവർ, തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുന്നവർ, ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, അവന്റെ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ദൈവം നിന്നെ എന്നേക്കും നശിപ്പിക്കും, നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയാണ് ആശ്രയിക്കുന്നത്, എന്തിനാണ് ആശ്രയിക്കുന്നത്, ഞാൻ ഏതിലാണ് ആശ്രയിക്കുന്നത്? ദൈവത്തിന്റെ വചനം നമ്മളെ വ്യക്തമായി പറയുന്നു, സമ്പത്ത് ഒരിക്കലും അത് ശാപമല്ല, സമ്പത്ത് ദൈവം തരുന്നതാണ്. എങ്കിലും സമ്പത്ത് വർദ്ധിച്ചാൽ അതില് മനസ്സ് വെക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം എന്തിലാണ് നാം ആശ്രയിക്കുന്നത്, ഏതിലാണ് നാം ആശ്രയിക്കുന്നത്? സമ്പത്തിലാണോ, ധനത്തിലാണോ, പ്രതാപത്തിലാണോ, മറ്റു മഹിമയിലാണോ ആശ്രയിക്കുന്നത്? അങ്ങനെ ആശ്രയിക്കുന്ന ആര് തന്നെയായിരുന്നാലും അവരുടെ ജീവിതത്തിൽ അവരെ കുനിഞ്ഞു വീണു പോവുകയും അവരുടെ കൂടാരത്തിൽ നിന്ന് അവരെ പറിച്ചു കളയുകയും ചെയ്യുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് ഞാൻ പറയുന്നതല്ല പ്രിയമുള്ളവരെ,
നമ്മുടെ കർത്താവ് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദ്രവ്യത്തിലും അതേ അനീതിയിലും അക്രമത്തിലും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോയാല് അവരുടെ കൂടാരത്തിൽ നിന്ന് ദൈവം അവരെ പറിച്ചു കളയും. പ്രിയമുള്ളവരെ, ചിലരുടെ മരണമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എവിടെയാണ് ആശ്രയിക്കുന്നത്? ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ 4 കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, യഹോവയിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച്. അവരുടെ യഹോവയിൽ ആശ്രയിക്കുന്ന, യഹോവയെ ശരണപ്പെട്ട് മുന്നോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനം ദൈവം കൊടുക്കുന്നു. സമാധാനമില്ലാത്ത ലോകത്തിൽ, സ്വസ്ഥതയില്ലാത്ത ലോകത്തിൽ, സന്തോഷം തരാത്ത ലോകത്തിൽ, എപ്പോഴും കേൾക്കുന്ന വാർത്ത നമ്മെ ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ ഇതാ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. യഹോവയിൽ ആശ്രയിച്ചാൽ അവർക്ക് സമാധാനം ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, യഹോവയുടെ ചെറിയ കീഴിൽ ആശ്രയിച്ചു വന്ന രൂത്തിനോട് പറയുന്ന മനോഹരമായിട്ടുള്ള കാര്യം, അവൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം. അവൾക്ക് പ്രതിഫലം, അവൾ ഈ ലോകത്തിൽ തന്നെ ധാരാളം പ്രതിഫലം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ദൈവം അവളെ ഉയർത്തിയത് നമുക്കറിയാനായിട്ട് കഴിയും. അതുപോലെ ഉയർത്തപ്പെടുവാനിടയായി തീർന്നു. അതിന് കാരണമായി തീർന്നത് നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണമാണ്. ആ ക്രൂശ് മരണത്തിലൂടെ മാനവരാശിക്ക് സമാധാനം തരുവാൻ അവൻ ആ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വേദന. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊന്നും അറിയാതെ, ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് രഥത്തിലും കുതിരകളിലും ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവര് കുനിഞ്ഞ് വീണു പോകും. അവരെ നിവർത്തുവാൻ, അവരെ നിലനിർത്തുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് നാം ഓർക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും കഴിയുകയില്ല ആ ദൈവം കുനിഞ്ഞ് വീഴ്ച കളഞ്ഞവരെ ഉയർത്തുവാനായിട്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് രഥത്തിലാണോ നമ്മുടെ ആശ്രയം? കുതിരയിലാണോ നമ്മുടെ ആശ്രയം? ഏതിലാണ് നമ്മുടെ ആശ്രയം എന്ന് പകൽക്കാലം ചിന്തിക്കുക. രണ്ടാമത്തെ കൂട്ടര് സങ്കീർത്തനം 27:7 പറഞ്ഞ പോലെ, ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ. അവരെ കുറിച്ച് പറയുകയാണ്. പെട്ടെന്ന് അവർക്ക് ശിക്ഷ ലഭിച്ചില്ല എങ്കിലും ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു 52:5 ദൈവം നിന്നെ എന്നേക്കും നശിപ്പിക്കും, നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും. പ്രിയമുള്ളവരെ, എത്ര ഭയങ്കരമായ കാര്യമാണ്. ദൈവം സ്നേഹവാനാണ്. ദൈവം സ്നേഹസമ്പൂർണനാണ്. അവന്റെ സ്നേഹത്തിന് അതിരില്ല. അതിന്റെ സ്നേഹത്തെ അളക്കുവാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളം സ്നേഹവാനാണ് നമ്മുടെ ദൈവം. ആ ദൈവം പറയുകയാണ്, നീ ദുഷ്ടതയിലും ധനത്തിലും ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ, ദുഷ്ടതയിൽ പ്രശംസിച്ച് മുന്നോട്ട് പോയാൽ നിന്നെ എന്നേക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് പറിച്ചു കളയുമെന്ന്. ഇന്ന് പകൽക്കാലം എന്റെ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? ഏതാണ് നമുക്ക് വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കണമോ? സന്തോഷത്തോടെ ജീവിക്കണമോ? യഹോവയിൽ തന്നെ ആശ്രയം വയ്ക്കുക, അവനെ തന്നെ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിച്ചാൽ പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കുവാൻ വിശ്വസ്തനാണ്. അവൻ വാക്കു പറഞ്ഞവൻ വാക്കു മാറാത്തവനാണ്. അവന്റെ വാക്കുകൾക്ക് ഒരു നാളും മാറ്റമില്ല. അവൻ എന്നേക്കും വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മറ്റെങ്കിലും ആശ്രയിക്കാതെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് എന്ന് നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രഥത്തിലും കുതിരകളിലും ആശ്രയിച്ച്, സമ്പത്തിലും ദുഷ്ടതയിലും ആശ്രയിച്ച് പ്രശംസിച്ച് മുന്നോട്ട് പോയി എന്നേക്കും കുനിഞ്ഞുപോയി എന്നേക്കും നശിച്ചു കൂടാരത്തെ പറിച്ചു കളയുവാൻ ഇടയാകാതിരിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന ഈ നല്ല കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ഹൃദയത്തിൽ അംഗീകരിച്ച് കർത്താവിന്റെ പൈതലായി തീർന്നാൽ ഈ പൂർണ്ണ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. വരുന്നാളുകളിൽ ഈ അനുഭവത്തിൽ അവനിൽ ആശ്രയിച്ചുകൊണ്ട് ഈ അനുഭവത്തോടെ മുന്നോട്ട് പോകുവാൻ, ഒരു ദൈവ പൈതലായി തീരുവാൻ, ഈ ദുഷ്ടലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വചനത്തിൽ ഇരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.